ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ചെന്ന കേസിൽ ബെയിലിൻ ദാസിന് ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഉച്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. ആഷിൻ ഡിയേഗോ വിവരങ്ങളുമായി. ആഷിൻ, ഇപ്പോൾ വലിയ ചർച്ചയായ കേസാണ്. ഇതിൽ പ്രതിക്ക് ജാമ്യം നൽകരുത് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്താണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത്? സ്മൃതി, തീർച്ചയായും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ തന്നെ നടക്കുന്നുണ്ട്. തൊഴിലിടത്തിൽ ഒരു ജൂനിയർ അഭിഭാഷക നേരിടേണ്ടി വന്ന ഒരു പീഡനം, മുഖത്ത് ശക്തമായേറ്റ അടി, അതിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ ഈ പ്രതിയുടെ, അതായത് ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷ, സീനിയർ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷ ഇപ്പോൾ വഞ്ചിയൂർ കോടതി മജിസ്ട്രേറ്റ് 12ാം കോടതി പരിഗണിക്കുകയായിരുന്നു. അല്പസമയം മുമ്പാണ് ഇതിന്റെ വാദങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ബെയിലിൻ ദാസിന്റെ ഈ ഒരു ജാമ്യവുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശക്തമായൊരു പ്രതിവാദമായിരുന്നു ഈ ജാമ്യാപേക്ഷയിൽ നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിഭാഗത്തിന്റെ വാദങ്ങളായിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ ബെയിലിൻ ദാസിനും മർദ്ദനമേറ്റിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇന്നും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, മുഖത്തും അതുപോലെ തന്നെ കണ്ണിന് മുകളിലും പരിക്കേറ്റത് വെറുതെയല്ല, ഈ അഭിഭാഷകയുടെ മർദ്ദനത്തിലാണ് ഇത് ഏറ്റിട്ടുള്ളത് എന്നുള്ളതാണ്. ആദ്യത്തെ അഭിഭാഷകയുടെ മർദ്ദനത്തിൽ തന്നെ ഈ കണ്ണാടി പൊട്ടിയാണ് ഈ മുഖത്തും അതുപോലെ തന്നെ പുരുകത്തിന് മുകളിലുമായി പരിക്കേറ്റത് എന്നുള്ളതാണ് ബെയിലിൻ ദാസിന്റെ വാദം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് പ്രതിക്ക് ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഉള്ളതായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീത്വത്തെ അപമാനിക്കൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് പ്രതിഭാഗം വാദിച്ചിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിനെയൊക്കെ കൃത്യമായി കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള ഒരു വാദമായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ പ്രതിക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സാക്ഷികൾ എന്ന് പറയുന്നത് ഈ ബെയിലിൻ ദാസിന്റെ ഓഫീസിൽ തന്നെയുള്ള സ്റ്റാഫുകളാണ്. ഇവരെ കൃത്യമായി സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം ഇയാളുടെ ഭാഗത്ത് എന്നാണ് പ്രോസിക്യൂഷൻ അറിയിച്ചിരിക്കുന്നത്.